ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലെന്തിങ്. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 59 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കംസെൻറ്റർ, ഓർത്തോസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് കോയിൻസൈഡ്. നമുക്ക് ഇത് ചെയ്യാൻ നോക്കാം. ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു സമഭുജ ത്രികോണത്തിലെ സർക്കംസെൻറ്റർ പരിവൃത്ത കേന്ദ്രം, ഓർത്തോസെൻറ്റർ ലംബ കേന്ദ്രം ആൻഡ് സെൻട്രോയിഡ് മധ്യമം കോയിൻസൈഡ് ഇതെല്ലാം കൂടി ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. എല്ലാം കൂടി ഒരു ബിന്ദുവിലാണ് കൂട്ടിമുട്ടുന്നതെന്ന് തെളിയിക്കുക. നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. 6 സെൻറ്റിമീറ്റർ വശമായ ഒരു സമഭുജ ത്രികോണമാണ് വരച്ചിരിക്കുന്നത്. ഇനി ഈ സമഭുജ ത്രികോണത്തിൻ്റെ സർക്കംസെൻറ്ററും ഓർത്തോസെൻറ്ററും സെൻട്രോയിഡും ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. ആദ്യം സർക്കംസെൻറ്റർ കണ്ടുപിടിക്കാം. സർക്കംസെൻറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും 2 വശത്തിൻ്റെ ലംബ സമഭാജി വരയ്ക്കണം. ഈ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് സർക്കംസെൻറ്റർ. നമുക്ക് ആദ്യം അത് വരയ്ക്കാം. പകുതി കൂടുതൽ നീളമെടുത്ത് അപ്പുറം ഇപ്പുറം വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് അതിനെ ഗണ്ണിക്കുക. എന്നിട്ട് യോജിപ്പിക്കുക. സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. ഇനി ഈ വശത്തിൻ്റെ വരയ്ക്കാണ്. ഇവിടെ വെച്ച് അതിനെ കട്ട് ചെയ്യുക. ജോയിൻ ചെയ്യുക. ശരിയായ രീതിയിൽ സ്കെയിൽ വെച്ച് വേണം ജോയിൻ ചെയ്യാൻ. അപ്പം ജോയിൻ ചെയ്ത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ഇതാണ്. ഉണ്ടല്ലോ, അതാണ് സർക്കംസെൻറ്റർ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും. ഈ രണ്ട് ലെങ്തും ഈക്വൽ ആയിരിക്കും. ഞാൻ 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഈ രണ്ടും 3 വീതം ആയിരിക്കും. അത് കണക്ക് ഇപ്പുറവും 3 വീതം ആയിരിക്കും. അപ്പോൾ സർക്കംസെൻറ്റർ കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഓർത്തോസെൻറ്റർ. ഓർത്തോസെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ്സ് ആർ പെർപെൻഡിക്കുലർസ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ലൈനിൽ കൂടെ തന്നെ കടന്നു പോകും. ഓക്കെ, നമുക്ക് നോക്കാം. വെർട്ടെക്സ് ഉണ്ട്. ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡും പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ആ ലൈനിൽ കൂടെ തന്നെ കടന്നു പോകും. ഇനി ഇപ്പുറത്തെ വശത്തിന് വരച്ചാലും വെർട്ടെക്സിൽ നിന്ന് വരച്ചാലും ഈ പോയിന്റിൽ കൂടി തന്നെ കടന്നു പോകും. ശരിയായ രീതിയിൽ വരച്ചില്ലെങ്കിൽ കുറച്ച് മാറ്റം വരും കേട്ടോ.
അതിൽ കൂടി തന്നെ നമുക്ക് കടന്നു പോകുന്നുണ്ട്. ഇനി അപ്പം ഈ പോയിന്റ് തന്നെയാണ് നമുക്ക് എന്തായിട്ട് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഇപ്പുറത്തെ സൈഡിൻ്റെ വരയ്ക്കുകയാണെങ്കിലും ആ പോയിന്റിൽ കൂടി തന്നെ കടന്നു പോകും. അപ്പം നമുക്ക് എന്താ കിട്ടി? സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററും ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു എന്ന് കാണുന്നു. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നത് ഞാൻ ആ സ്കെയില് പിടിച്ചതിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. ഇനി നമുക്ക് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റ്. ഇത് എന്തായാലും മിഡ് പോയിന്റ് ആണ് അല്ലേ? കാരണം എന്താണ്? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 പോയിരിക്കുകയാണ്. കാണിച്ചു തരാം. ഉണ്ടോ? 3 സെൻറ്റിമീറ്റർ. ഇത് മിഡ് പോയിന്റ് തന്നെയാണ്. നമ്മൾ സെൻട്രോയിഡിൻ്റെ ലൈൻ വരച്ചാലും ഇതിൽ കൂടെ തന്നെ കടന്നു പോകും. മനസ്സിലായോ? ഇതിൽ കൂടെ തന്നെ കടന്നു പോകും. എന്തുകൊണ്ടാണ്? ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അപ്പം ചുരുക്കത്തിൽ സെൻട്രോയിഡും ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും എല്ലാം ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. ദേ കോയിൻസൈഡ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിനിയിപ്പോൾ അത് എഴുതാം. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ 3 കൂടി ഒരു പോയിന്റിൽ കൂടി കടന്നു. ദേ കോയിൻസൈഡ് ഈച്ച് അതർ. കോയിൻസൈഡിങ് സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ദേ കോയിൻസൈഡ്. അത് നമുക്കങ്ങ് എഴുതാം. അപ്പം നോക്കിക്കേ, സർക്കം സെൻറ്റർ, സെൻട്രോയിഡ്, ഓർത്തോ സെൻറ്റർ എല്ലാം എന്താ ഈ പോയിന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം. എന്താണ് സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഏതെങ്കിലും 2 വശത്തിന് നമ്മൾ പെർപെൻഡിക്കുലർ, അതായത് ഇതെല്ലാം 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക? സർക്കം സെൻറ്റർ. പിന്നെ ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വർട്ടക്സിൽ നിന്നും വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡിനെയാണ് എന്താ പറയുക? ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത്. ഓൾട്ടിറ്റ്യൂഡെല്ലാം പെർപെൻഡിക്കുലേഴ്സ് ആയിരിക്കും. അപ്പം ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഈ ഓൾട്ടിറ്റ്യൂഡും ഈ ലൈനിൽ കൂടെ ദേ റെപ്രസെൻ്റ് ദ സെയിം ലൈൻ. ഈ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. 3 ഓൾട്ടിറ്റ്യൂഡും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3ഉം അതിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ്, മധ്യമം. അതായത് ഇത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റ്. ഇതെല്ലാം മിഡ് പോയിൻ്റാണ്. 6 സെൻറ്റിമീറ്റർ ആയിരുന്നത് 3ലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മിഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു മീഡിയം വരച്ചാലും ഈ ലൈനിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ദേ കോയിൻസൈഡ്. അതങ്ങ് നമുക്ക് എഴുതാം. ഇത് ഇൻ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, in an equilateral triangle കാണുന്നുണ്ടോ? in an equilateral triangle the circumcenter orthocenter and centroid represents the same line. Represent the same line. They intersect at 1 point. They intersect at 1 point. That is, in an equilateral triangle,
circumcenter orthocenter and centroid coincide. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. In the picture, the median from the top vertex of a triangle and the lines joining the other two vertices to the centroid are drawn to divide the triangle into 4 smaller triangles. കാണാമല്ലേ ചിത്രം? Calculate what fraction of the area of the whole triangle is the area of each small triangle. 4 സ്മോൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും ഏരിയ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ. ഇൻ ദ പിക്ചർ ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ ഡിവൈഡ് ഇൻറ്റു 6 സ്മോൾ ട്രയാങ്കിൾസ്. ഇതിപ്പം ഇവിടെ 4 ആയിരുന്നു, ഇവിടെ ഇപ്പം 6 ആയി. പ്രൂവ് ദാറ്റ് ഓൾ ദീസ് സ്മോൾ ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. ഈ ട്രയാങ്കിൾസിൻ്റെ എല്ലാം ഏരിയ ഈക്വൽ ആണ്, സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം വായിച്ചായിരുന്നല്ലോ. ചോദ്യത്തിൽ എന്താ പറയുന്നുണ്ട്? ഇതാണ് ചിത്രം. മീഡിയൻ ഫ്രം ദ ടോപ്പ്, the centroid G. Median from the top vertex of a triangle and the lines joining the centroid are drawn to divide the triangle into 4 parts. Calculate what fraction of the area of the triangle is the area of each small triangle. അതായത് ഓരോ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന്റെ എത്ര ഭാഗമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ആദ്യം ട്രയാങ്കിളിന് പേര് കൊടുക്കാം. A, B, C, D. ഇത്രയല്ലേ ഉള്ളൂ. ചിത്രത്തില് 4 ത്രികോണേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വാട്ട് ഫ്രാക്ഷൻ ഏരിയ ദ ഹോൾ ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര ഭാഗം, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇത് മിഡ് പോയിന്റാ. മീഡിയൻ ആയതുകൊണ്ട് joining the midpoint of the opposite side. Since AD is the median, BD equals DC. അപ്പൊ സെൻട്രോയിഡ് ആൻഡിന്റെ റേഷ്യോ എന്തായിരിക്കും? ഇവിടെ 2 ഭാഗവും ഇവിടെ 1 ഭാഗവും. അപ്പൊ AG is to GD എത്രയായിരിക്കും? AG is to GD equals 2:1. അപ്പൊ ഇത് മിഡ് പോയിന്റ് ആൻഡ് ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD equals ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് എഴുതിക്കൂടെ? ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഇത് മൊത്തവും ABDയും ADCയും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം അല്ലേ? ഇറ്റ് ഈസ് for area of triangle ABD equals area of triangle ADC. Area of triangle ABD equals, therefore we can write area of triangle ABD equals half area of triangle ABC. ശരിയല്ലേ? അതായത് ABDയുടെ ഏരിയ എന്ന് പറയുന്നത് ABCയുടെ പകുതിയാണ്. ഇത് മിഡ് പോയിന്റ് ആണ്, മീഡിയൻ ആണ്. AD മീഡിയൻ ആയതുകൊണ്ട് ഈ 2ന്റെ ഏരിയ ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ ഓരോന്നും എന്തായിരിക്കും? മൊത്തം വലിയ ത്രികോണത്തിന്റെ പകുതിയായിരിക്കും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഓരോ ട്രയാങ്കിളും എത്ര ഭാഗമാണെന്നാണ് തെളിയിക്കേണ്ടത്. നോക്കിക്കേ,
ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇത് രണ്ടും നോക്കിയേ, ബി ജി കോമൺ ആ, ഈ രണ്ട് ട്രയാങ്കിളും എടുത്തേ. എ ജി ഈസ് 2 ആൻഡ് ജി ഡി 1, 2:1 റേഷ്യോ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ജിയും ഈക്വൽ ആണോ? അല്ല, ഇത് രണ്ട് പാർട്ട്, ഇത് ഒരു പാർട്ട്. നമുക്കത് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ജി ഈസ് 2, അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ജി ഈക്വൽസ് 2:1. ഈ ഹൈറ്റ് 2ഉം ഇവിടെ 1ഉം ആയതുകൊണ്ട് ബി ജി കോമൺ സൈഡാ അല്ലേ? ബി ജി ഈക്വൽസ് ബി ജി, അത് വേണമെങ്കിലും എഴുതാം. സിൻസ് ബി ജി ഈക്വൽസ് ബി ജി, ദാറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ദ ട്രയാങ്കിൾസ്. അപ്പം എ ബി ജിയുടെ ഏരിയ ഓഫ് ബി ഡി ജിയും 2:1 പറഞ്ഞാല് ഈ ചെറിയ ട്രയാങ്കിൾ ഏരിയ രണ്ടും ഒന്ന് 1/3 ഭാഗവും ഈ വലുതിൻ്റെത് 2/3 ഭാഗമാണ് അല്ലേ? അപ്പൊ എ ബി ഡിയുടെ 1/3 ഭാഗമാണ് ബി ഡി ജി. അപ്പം നമുക്ക് മൊത്തത്തില് എത്രയായിരിക്കുമെന്ന് എഴുതാം. അപ്പം ഏരിയ ഓഫ് എ ബി ജി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ജി രണ്ട് ഭാഗവും ഇത് ഒരു ഭാഗവും, അപ്പൊ 2:1 എന്ന റേഷ്യോയിലാണ് ഇതിന്റെ ഏരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 1 3, ഈ എ ബി ഡിയുടെ ഈ ഭാഗം മാത്രം, എ ബി ഡിയുടെ 2/3 ഭാഗമാണ് എ ബി ജി, അല്ലെങ്കിൽ 1/3 ഭാഗമാണ് ബി ഡി ജി എന്ന് എഴുതാം. എ ബി ജി ഈക്വൽസ് 2/3 ഓഫ് the area of triangle ABD. ABDയുടെ 3/2 ഭാഗം. ഇതോ ഏത് വേണമെങ്കിലും എടുക്കാം. 3/2 ഭാഗമാണ് ABD. ABD എന്ന് പറയുന്നത് എ ബി സിയുടെ പകുതിയല്ലേ? നമ്മൾ എഴുതിയല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈക്വൽസ് ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇവിടെ നമുക്ക് ആ വിലയും കൊടുക്കാം. ഈക്വൽസ് ഹാഫ് ഇൻറ്റു area of triangle ABD equals half 2/3 into area of triangle ABD half area of triangle ABC. 2 cut ചെയ്തു പോകും. Equals 1/3 area of triangle ABC. അതായത് ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ജി കാണണം. അത് എഴുതാം. Area of triangle BDG equals, ഈ ബി ഡി ജി എന്ന് പറയുന്നത് എന്താണ്? 1/3 ഓഫ് എ ബി ഡി. 1/3 നമ്മൾ 2:1 എന്ന റേഷ്യോ തെളിയിച്ചില്ലേ? അതില് 3/2 ഭാഗമാണ്. ഇതിനെ വേണമെങ്കിൽ കട്ട് ചെയ്ത 1/3 എന്നാക്കാം. 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? എ ബി ഡി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് അതങ്ങ് കൊടുക്കാം. ഈക്വൽസ് 1/3 ഇൻറ്റു ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇപ്പൊ എത്ര വരും? 1/3 1/6 of area of triangle ABC. നോക്കിക്കേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ജി 1/3 ഓഫ് എ ബി സിയും ഇതെന്താ കിട്ടി? 1/6 ഓഫ് എ ബി സിയും കിട്ടി. ഇതുപോലെ ഇപ്പുറത്ത് നമുക്ക് എന്താ കിട്ടും? 1/3 ഓഫ് 2 അല്ലേ? 1/3 ഓഫ് എ ബി സിയും ഇതെത്ര കിട്ടും? 1/6 ഓഫ് എ ബി സിയും. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് എഴുതാം. ഇപ്പൊ ഇത് ഇവിടെ 4 ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. 3 ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാം 1/3 എന്ന് കിട്ടും. നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ജി ഈക്വൽസ് 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ
BDG equals 1/6 of area of triangle ABC. ഇനി ഇതോ അതും 1/6 ആയിരിക്കും അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ GDC equals 1/6 of area of triangle ABC. ഇതോ 2/6 means 1/3. Area of triangle AGC equals 1/3 of area of triangle ABC. എല്ലാത്തിൻ്റെയും ആൻസറായി, 4 എണ്ണത്തിൻ്റെയും ആൻസറായി. 4 ട്രയാങ്കിളും 4 റേഷ്യോയിലാണ്. ഓക്കെ, ഇനി ഇതിന് വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, സെക്കൻഡ് പാർട്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടില് 6 ത്രികോണം ഉണ്ട്. പ്രൂവ് ദാറ്റ് ദീസ് സ്മോൾ ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. എല്ലാത്തിൻ്റെയും ഏരിയ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ABC. ഇത് സെൻട്രോയിഡ് ആണ്. GDEF. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2, 1. 2:1 ratio. Centroid divides the line. The ratio 2:1. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പം ഡി മിഡ് പോയിന്റ് അല്ലേ, അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈക്വൽസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC. ആദ്യം അതേ ഇതാ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈക്വൽസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC. ഓരോന്നും ABCയുടെ പകുതി ആയിരിക്കും. ഇറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈക്വൽസ് ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ABCയുടെ പകുതി ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ 2-നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 1 അല്ലേ? അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABG എടുക്കാം. ട്രയാങ്കിൾ ABG ഈക്വൽസ് 2/3 ഓഫ് ABG equals 2/3 of area of triangle ABD. ABD യുടെ 2/3 ഇത് കോമൺ ആണ്. ABG equals 2 area of ABD എന്ന് പറയുന്നത് എന്താണ്? half of ABC equals 2/3 into area of half area of triangle ABC. Area of ABD ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. half area of triangle ABC equals half area of triangle ABC. ഇപ്പൊ ഓരോന്നിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഈക്വൽസ് 1/3 of area of triangle ABC. അപ്പോൾ ഏരിയ ഓഫ് ABG ഈക്വൽസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABG ഈക്വൽസ് 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABG. നമുക്ക് ABG 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇത് കോമൺ സൈഡാണ്. 2, 1, 2, 1. അപ്പം നമുക്ക് എന്താ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABG എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിളിന്റെയും ഏരിയക്ക് ഈക്വലാണ്. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AFG ഈക്വൽസ് എന്താണ്? 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയിരുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ABC. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD മാറ്റിയിട്ട് നമുക്ക് എന്താ എഴുതാം? 1/3 into half of ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പൊ എന്ത് കിട്ടും? 1/3 into 1/3
1/3 into 1/2 1/6 half area of triangle ABC. നോക്കിക്കേ, ഇത് ഏതിന്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ AFG. ഏരിയ ഓഫ് ട്രയാങ്കിൾ AFG ഈക്വൽസ് area of triangle AFG equals 1/6 of area of triangle ABC. അതുപോലെ നമുക്ക് ഓരോന്നും എന്തായിട്ട് തെളിയിക്കാം? 1/6 ആണെന്ന് തെളിയിക്കാം. അപ്പം AFG കണ്ടു. ഇനി എന്താണ്, ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ തന്നെ ആയിരിക്കും ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതൊക്കെയാണ്? BGF equal to area of triangle BGF. അപ്പം area of triangle BDG എത്ര? Therefore area of triangle BDG equals 1/3 of area of triangle ABD. 1, 2, 3 ഭാഗം ABD. ABD എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ABC equals 1/3 into 1/2 of area of triangle ABC. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ BDG equals 1/6 of area of triangle ABC. അതുപോലെ ഇപ്പം ഒരു സൈഡ് പ്രൂവ് ചെയ്ത് അതുപോലെ തന്നെ സിമിലർലി we can say that other 3 triangles are also of 1/6 area of triangle ABC. Since we can say that all the triangles are the same, similarly area of triangle DCG equals area of triangle എന്താണ്? CGE equals area of triangle AGE equals 1/6 area of triangle ABC. Therefore, all the small triangles are of equal area. മനസ്സിലായല്ലോ? all of equal area. ഇതാണ് മൂന്നാമത്തെ ആൻസർ. മൂന്നാമത്തേന് 2 പാർട്ട് ഉണ്ടായിരുന്നു. ഇനി 2 ചോദ്യങ്ങളോടുണ്ട്, 4ഉം 5ഉം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. Till then, bye. Okay.